ഹായ് പ്രിയമുള്ളവരെ, ഞാനിപ്പോൾ നിങ്ങൾക്കായിട്ട് പറയപ്പെടുന്നത് ഒരു പ്രധാനപ്പെട്ട ഏറ്റവും ഇപ്പോൾ ആവശ്യകതയായിട്ടുള്ളൊരു വളപ്രയോഗമാണ്. ഇപ്പോൾ ഓരോ ദിവസം ചെല്ലുന്തോറും തേങ്ങയ്ക്ക് വില കൂടിക്കൂടി വരുന്നു, വെളിച്ചെണ്ണയ്ക്കും വില കൂടിക്കൂടി വരുന്നു. പക്ഷേ നമ്മുടെ പറമ്പിലൊക്കെ തെങ്ങ് ധാരാളമായിട്ടുണ്ട്. പക്ഷേ ആവശ്യത്തിന് അതിനൊന്നും കായ്ഫലമില്ല. അപ്പോൾ നമുക്ക് പ്രധാനമായി തെങ്ങിന് ചെയ്യേണ്ട വളപ്രയോഗം കൃത്യമായി ചെയ്യുക. കൃത്യമായി വളപ്രയോഗം ചെയ്ത തെങ്ങിൻ്റെ കായ്ഫലം ഒരു വീട്ടിലേക്ക് ഒരു 3 തെങ്ങ് മാത്രം മതി ആവശ്യത്തിനുള്ള തേങ്ങ ലഭിക്കാൻ. അപ്പോൾ നമുക്ക് അതിന് ചെയ്യേണ്ട വളപ്രയോഗ രീതികൾ ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. പ്രധാനമായി നമ്മൾ ഒരു വർഷത്തേക്ക് ചെയ്യേണ്ട തെങ്ങിൻ്റെ വളപ്രയോഗമാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് ഏകദേശം ഒരു തെങ്ങിന് ഒരു വർഷം ഏകദേശം 25 കിലോ ജൈവവളം വേണം. അത് നമുക്ക് ചാണകമായിട്ട് കൊടുക്കാം, ചാമ്പൽ, പിന്നെ ജൈവ നീം കേക്ക്, ഇതൊക്കെ ജൈവവളത്തിൽപ്പെടും. പിന്നെ എല്ലുപൊടി, ഇതെല്ലാം ജൈവവളത്തിൽപ്പെടും. ചാണകപ്പൊടി, കോഴിവളം, ഇതെല്ലാം മൊത്തത്തിൽ ഒരു വർഷം ഒരു തെങ്ങിന് 25 കിലോ ജൈവവളം ആവശ്യമുണ്ട്. അത് ജൈവവളം മാത്രം കൊടുത്തുകൊണ്ട് ഒരിക്കലും ഒരു തെങ്ങിൽ നല്ല ഫലഭൂഷ്ഠിത കിട്ടിക്കോണമെന്നില്ല. അപ്പോൾ നമ്മൾ ജൈവവളത്തിനൊപ്പം തന്നെ രാസവളം കൂടെ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് കൊടുക്കേണ്ടത് ഒരു തെങ്ങിന് ശരിക്കും ഒരു വർഷത്തിൽ ശരാശരി ഏകദേശം നൈട്രജൻ 1.5 കിലോ നൈട്രജൻ ആവശ്യമുണ്ട്. അതുപോലെ 1.5 കിലോയോളം എല്ലുപൊടി, അതായത് ഫോസ്ഫറസ് നമുക്ക് ആവശ്യമുണ്ട്. അതുപോലെ പൊട്ടാഷ് ഒരു 2 കിലോ. ഇത്രയും ഒരു തെങ്ങിന് ഒരു വർഷത്തേക്ക് വേണ്ട ഒരു വളമാണ്, രാസവളമാണ്. പിന്നെ കൂടാതെ നമുക്ക് ബൊറാക്സ് വേണം. പിന്നെ നമുക്ക് കുമ്മായം ഏകദേശം ഒരു 2 കിലോളം ഒരു തെങ്ങിന് ആവശ്യമാണ്. അപ്പോൾ നമ്മൾ വളപ്രയോഗം ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നുകൂടെ വിശദീകരിച്ച് പറയുകയാണ്. നമ്മൾ തെങ്ങിന് ചെയ്യേണ്ട വളപ്രയോഗം എന്ന് വെച്ചാൽ ഒരു വർഷത്തേക്ക് നമുക്ക് രണ്ട് രീതി ചെയ്യാം. ഒന്ന് ഏറ്റവും സിംഗിളായിട്ട് ഇടുകയാണെങ്കിൽ നമ്മൾ യൂറിയ ഇടുകയാണെന്ന് വിചാരിച്ചോ. യൂറിയ 1 കിലോ യൂറിയ ഒരു വർഷത്തിൽ നമ്മൾ 1 കിലോ യൂറിയ, 1.5 കിലോ എല്ലുപൊടി, അല്ലെങ്കിൽ 1.5 കിലോ അതായത് ഫോസ്ഫറസ്, അതാണ് നമ്മൾ എല്ലുപൊടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഫോസ്ഫറസ് ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ 2 കിലോ പൊട്ടാഷ്, ഇത്രയും നമുക്ക് ഒരു വർഷത്തേക്ക് വേണം. ഇത് നമ്മൾ ഇടുമ്പോൾ ഒന്ന് കാലവർഷത്തിന് മുന്നേയും തുലാവർഷത്തിന് ശേഷവും പിന്നെ ആണ് ഇത് തെങ്ങിന് വളപ്രയോഗം ചെയ്യേണ്ടത്. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഈ വളപ്രയോഗം ചെയ്യുന്ന സമയത്ത് ഈ മണ്ണിൽ നല്ല ഈർപ്പം നിലനിർത്തണം എന്നുള്ളത് വളരെ അത്യാവശ്യമായ ഒരു ഘടകമാണ്. പിന്നെ വേറെ ഇത് ചെയ്യാൻ വയ്യ എന്നുണ്ടെങ്കിൽ ഈ യൂറിയ, ഫോസ്ഫറസ്, പൊട്ടാഷ് ഇങ്ങനെ 3ആയിട്ട് ഇടാൻ വയ്യ എങ്കിൽ വേറൊരു മെത്തേഡുണ്ട്. നമുക്ക് നമ്മുടെ വളക്കടയിൽ കിട്ടുന്ന 10-5-20 എന്ന് പറഞ്ഞ ഒരു മിക്സ്ചർ ലഭിക്കും. 10-5-20 എന്ന് വെച്ചാൽ 10 നൈട്രജൻ, 5 ഫോസ്ഫറസ്, 20 പൊട്ടാഷ്. ഇത് നമുക്ക് ഒരു വർഷത്തേക്ക് ഒരു വലിയ തെങ്ങിന്, ഇത്തരം തെങ്ങിനാണെന്ന് ഞാൻ പറയുന്നത്, ഇത്തരം തെങ്ങിന് ഒരു വർഷത്തേക്ക് 10-5-20 6 കിലോ വീതം നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് ആവശ്യമുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇടേണ്ടതെന്ന് വെച്ചാൽ 6 കിലോ ഒറ്റ തവണയായിട്ട് നമ്മൾ ഒരിക്കലും ഇട്ട് കൊടുക്കാൻ പാടില്ല. 3 തവണയായിട്ട് വേണം. വർഷത്തിൽ 3 തവണയായിട്ട് ഈ 2 കിലോ വെച്ചാണ് ഒരു തെങ്ങിന് ഇടേണ്ടത്. പക്ഷേ ഈർപ്പം വേണമെന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും നോക്കിക്കൊണ്ടേണ്ട ഒരു കാര്യമാണ്. അതുകൂടാതെ ഒരു തെങ്ങിന് ഒരു 600 ഗ്രാം ബൊറാക്സ് പൗഡർ നമുക്ക് വേണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 2 കിലോ 10-5-20 ഇട്ടതിന് ശേഷം ഒരു 15 ദിവസം കഴിയുമ്പോൾ ഒരു 200 ഗ്രാം ബൊറാക്സ് ഒരു തവണ ഇടുക. പിന്നെ വീണ്ടും ഒരു 2-3 മാസം കഴിയുമ്പോഴത്തേക്ക് 2 കിലോ മിക്സ്ചർ ഇട്ട് 200 ഗ്രാം ബൊറാക്സ് ഇടുക. വീണ്ടും 2 കിലോ ഇട്ട് 200 ഗ്രാം ബൊറാക്സ് ഇടുക. പക്ഷേ ഇതിന് മുന്നേ നിങ്ങൾ തീർച്ചയായിട്ടും കുമ്മായം 2 കിലോ കൊടുത്തിരിക്കണം. ഈ രീതി നിങ്ങൾ നിങ്ങളുടെ തെങ്ങിനെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു 3 തെങ്ങ് നിങ്ങളുടെ പറമ്പിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളൊരു 60-80 തേങ്ങ വീതം നിങ്ങളുടെ പറമ്പിൽ നിന്ന് എടുക്കാം. ഈ ഒരു വളപ്രയോഗം ചെയ്യൂ. ദിനം പ്രതി തേങ്ങയ്ക്ക് വില കൂടി വരികയാണ്, വെളിച്ചെണ്ണയ്ക്ക് വില കൂടിയാണ്. ഇനിയെങ്കിലും നിങ്ങൾക്ക് ആവശ്യമായ തേങ്ങ നിങ്ങൾ തന്നെ ഉൽപ്പാദിപ്പിക്കുക.